ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷയുടെയും രാഹുലിന്റെയും കല്യാണക്കാര്യം തീരുമാനിച്ചുകൊണ്ട് ശിവനന്ദയും അഭിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വർഷയെന്ന് അഭി അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഞ്ജു വരുന്നത്. അഞ്ജു എന്നിട്ട് ശിവനന്ദയോടും അഭിയോടും ചോദിക്കുന്നുണ്ട്, എന്തു പറഞ്ഞു ആന്റി, നമ്മളോട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവ പറയുന്നുണ്ട്, നീ എന്താണ് ഇത് ഇത്ര കൂളായിട്ട് പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൽ നിനക്ക് ഒരു ടെൻഷനും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഇല്ല, ഇവിടെ താമസിക്കുന്നതാണ് എനിക്കും വർഷയ്ക്കും ഏറ്റവും നല്ല ബുദ്ധിമുട്ട് എന്നങ്ങനെ അഞ്ജു പറയാണ്. അഭിയപ്പ പറയുന്നുണ്ട്, ഡോ താൻ ടെൻഷൻ ആവൊന്നും വേണ്ട, ആന്റിയോട് പറഞ്ഞ് ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. രാഹുലിന്റെയും വർഷയുടെയും കല്യാണം ആന്റി മുന്നിൽ നിന്ന് നടത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിഞ്ഞ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അഭി അങ്ങനെ പറയാണ്. അഞ്ജു ആണെങ്കിൽ ഇത് കേട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. നിങ്ങൾ ഇതെന്തു പണിയാണ് ചെയ്തത്, എന്തിനാണ് ആന്റിയോട് പോയി ഇതെല്ലാം സംസാരിച്ചത്, വർഷയുടെ കാര്യം അവളല്ലേ തീരുമാനിക്കേണ്ടത്, എല്ലാത്തിനും കാരണം ഈ ശിവയാണ്, നീ എന്തിനാണ് ഇതെല്ലാം പോയി ആന്റിയോട് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ്. ശിവ അപ്പൊ പറയുന്നുണ്ട്, ഞാന് വർഷയ്ക്ക് ഒരു സഹായം ചെയ്തു, അതാണോ ഇപ്പൊ കുഴപ്പമായതെന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, അത് തന്നെയാണോ കുഴപ്പം, അവരുടെ കാര്യം അവര് നോക്കിക്കോളും, നീ എന്തിനാണ് നോക്കാൻ നിന്നതെന്ന് പറയുമ്പോൾ ശിവ പറയുന്നുണ്ട്, അതെന്റെ കസിനാണ് രാഹുല്, എന്നേക്കാൾ കൂടുതൽ വർഷയുടെയും രാഹുലിന്റെയും കാര്യത്തിൽ എനിക്ക് അവകാശമുണ്ടെന്ന് ശിവ അങ്ങനെ പറയാണ്. അങ്ങനെ അഞ്ജു ശിവയെയും അഭിയെയും കുറ്റപ്പെടുത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കുതർക്കമാവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവ പറയുന്നുണ്ട്, നിന്റെയും രാഹുലിന്റെയും കല്യാണക്കാര്യം വസുന്ധര ആന്റിയുമായി ഞാൻ സംസാരിച്ചു, അവളുടെ കല്യാണം നടത്തി തരാമെന്ന് ആന്റി വാക്ക് തന്നിട്ടുണ്ടെന്ന് ശിവ അങ്ങനെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, രാഹുലിനും എനിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതി, അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ആ കാര്യം ആരും സംസാരിക്കരുതെന്ന് വർഷ അങ്ങനെ പറയാണ്. അഞ്ജു ആണെങ്കിൽ അഭിയോടും ശിവയോടും സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ നിൽക്കുകയാണ്. എന്നാൽ വർഷയാണെങ്കിൽ അഞ്ജുവിന് അതിന് സമ്മതിക്കുന്നില്ല. അഞ്ജു ടെൻഷൻ കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, വേറൊന്നുമില്ലെന്ന് പറഞ്ഞ് അഞ്ജുവിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അഞ്ജുവും വർഷയും കൂടി പോവാനായി നിൽക്കുമ്പോൾ അഞ്ജു വർഷയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഞാനെല്ലാം തുറന്നു പറയാൻ നിന്നപ്പോൾ എന്നെ തടഞ്ഞത്, ഇനിയെങ്കിലും ശിവയും അഭിയും എല്ലാം അറിയണമെന്ന് അഞ്ജു അങ്ങനെ പറയാണ്. വർഷ അപ്പൊ പറയുന്നുണ്ട്, നീ ഇപ്പൊ ഒന്നും പറയണ്ട, നമുക്ക് സമാധാനമായിട്ട് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, നീ പേടിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ലെന്ന് വർഷ അങ്ങനെ അഞ്ജുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇവര് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് വിവേക് വരുന്നത്. മേലത്തെ നിലയിൽ നിന്നും ചന്ദ്രദാസും വന്ന് അവരെ അങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജുവും വർഷയും കൂടി വണ്ടിയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിനിടയിൽ എന്തൊക്കെയോ ഒളിച്ചുകളിയുണ്ട്, അതെല്ലാം കണ്ടുപിടിക്കണം, ഇവരുടെ പിന്നാലെ പോയാൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുമെന്ന് കരുതി വിവേക് അപ്പൊ തന്നെ കാറും എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ പോവുകയാണ്. ചന്ദ്രദാസ് ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ വിവേക് ഇവിടെ ഇല്ലാത്തത് നന്നായി, ഇവൻ ഇവിടെ ഇല്ലെങ്കിൽ മാത്രമേ എന്റെ പ്ലാനുകളെല്ലാം നടപ്പിലാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ധനത്തെയും വസുന്ധരയെയും കാണാനായി പോവുകയാണ്. പിന്നീട് വസുന്ധരയും ധനവും കൂടി രാജ്കുമാറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പേഴ്സണലായിട്ട് രാജ്കുമാറിന് ഞങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രദാസ് അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരും അറിയരുത്, നിങ്ങൾ രണ്ടുപേരുമല്ലാതെ വേഗോ ആ പെൺകുട്ടികളോ വർഷയോ ആരും തന്നെ അറിയരുത്, വർഷയുടെ അമ്മ എന്നോട് മാത്രമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, വർഷ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് ബ്രെയിൻ ട്യൂമർ എന്ന രോഗമുണ്ടെന്ന് ചന്ദ്രദാസ് അങ്ങനെ അവരോട് തുറന്നു പറയാണ്. ഇത് കേട്ട് ധനവും വസുന്ധരയും ആകെ ഷോക്കാവുന്നുണ്ട്. വസുന്ധര എന്നിട്ട് പറയുന്നുണ്ട്, രാജ്കുമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരെയും അറിയിക്കില്ല, ഇത് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചോളാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കരയുകയാണ് വസുന്ധര. പിന്നീട് ചന്ദ്രദാസ് തന്റെ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി വസുന്ധരയെയും ധനത്തെയും നോക്കിക്കൊണ്ട് മനസ്സിലങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ രാഘവനെ പുറത്തിറക്കി വർഷയും കൊണ്ട് ഇവിടെ നിന്നും പോവണമെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം രാഹുൽ ആണെങ്കിൽ പുറത്തു പോവാനായി നിൽക്കുമ്പോൾ ഹരിത രാഹുലിനോട് സംസാരിക്കുന്നുണ്ട്, നീയിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്, നിന്റെയും വർഷയുടെയും കല്യാണം ആ ശിവ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നീയും കൂടി ഇതൊക്കെ അറിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ആ ശിവ ചിലപ്പോ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞതായിരിക്കും, വർഷയും ഞാനും തമ്മിൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ബന്ധമില്ല, അവൾ എന്റെ കൂടെപ്പിറപ്പാണെന്നൊക്കെ ഹരിതയോട് അങ്ങനെ രാഹുൽ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്പനാട്ട് വിക്രമൻ വരുന്നത്. അങ്ങനെ നീയും വർഷയും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ നിന്റെയും ഹരിതയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനിക്കാമെന്ന് അങ്ങനെ പറയാണ്. ഹരിത അപ്പൊ പറയുന്നുണ്ട്, ശരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ രാഹുലിന്റെയും ജാതകം ജോത്സ്യനെ വെച്ച് നോക്കിക്കോളൂ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി ഞാൻ ഡാഡിക്ക് ഇന്നലെ തന്നതാണ്, എനിക്ക് ഹരിതയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് രാഹുൽ അങ്ങനെ തുറന്നു പറയാണ്. അമ്പനാട്ട് വിക്രമൻ അപ്പൊ
പറയുന്നുണ്ട്, നീ എന്തു പറഞ്ഞാലും ശരി, ഞാനിപ്പോൾ തന്നെ ജോത്സ്യനെ വിളിച്ചുകൊണ്ട് ഹരിതയുടെയും നിന്റെയും ജാതകം നോക്കി നല്ലൊരു മുഹൂർത്തം കുറിക്കാനായി പോവുകയാണെന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷർമിള വരുന്നത്. ഷർമിള എന്നിട്ട് വിക്രമനോട് പറയുന്നുണ്ട്, ഏട്ടാ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നു. ഏട്ടൻ ഹോസ്പിറ്റലിൽ കയറി ആ പ്രിൻസിനെ തല്ലുന്ന വീഡിയോ ശിവ അവളുടെ ഓൺലൈൻ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷർമിള ആ വീഡിയോ വിക്രമനെ കാണിക്കുകയാണ്. ആ വീഡിയോ കണ്ട് വിക്രമനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. രാഹുൽ അപ്പോൾ വിക്രമനോട് പറയുന്നുണ്ട്, സ്റ്റേറ്റ് മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഓപ്പറേഷൻ ഗംഭീരമായിട്ടുണ്ട്. നട്ടലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ കേസെടുത്താൽ ഹോസ്പിറ്റലിൽ കയറിയിട്ടുള്ള ഈ അതിക്രമത്തിന് ജാമ്യം പോലും കിട്ടില്ലെന്ന് പറയാണ്. ഇനിയിപ്പോ അധികം വൈകാതെ ആ പെൺകുട്ടികളുടെ വീട്ടിൽ കയറി അതിക്രമം നടത്തിയ പെർഫോമൻസ് കൂടി വൈറലായെന്ന് വരാം. എന്തായാലും ജോൽസിനെ വിളിക്കുമ്പോൾ ഡാഡിയുടെ സമയം കൂടി നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് വർഷയോട് അഞ്ജു വണ്ടി നിർത്താനായി പറയുന്നുണ്ട്, എനിക്കിന്ന് ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, നീ പൊയ്ക്കോളൂ എന്ന് പറയാണ്. വർഷ അഞ്ജുവിനോട് പറയാണ്, ഞാൻ പറഞ്ഞതൊക്കെ അഞ്ജു നിനക്ക് മനസ്സിലായല്ലോ, ആരിൽ നിന്ന് പ്രകോപനം ഉണ്ടായാലും നീയും രാഹുലും തമ്മിൽ വിവാഹം കഴിഞ്ഞവരാണെന്ന് ആരും അറിയരുത്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, താൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ നീ നാണം കെടുമ്പോൾ എനിക്കത് വിഷമമാവുന്നുണ്ട്. ഈ കാര്യത്തിൽ രാഹുലുമായി ആലോചിച്ചിട്ടേ ഞാനൊരു തീരുമാനമെടുക്കൂ എന്ന് അഞ്ജു അങ്ങനെ പറയാണ്. വർഷ പറയുന്നുണ്ട്, എങ്കിൽ ശരി, രാഹുൽ ചേട്ടനോട് ഞാൻ സംസാരിക്കാം, ഫോണ് തായൂ എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഇത് വേണ്ട, ഞാൻ ഇന്ന് രാഹുലിനെ നേരിട്ട് കാണുന്നുണ്ട്, അപ്പൊ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ വർഷ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇവര് സംസാരിക്കുന്നതെല്ലാം നോക്കിയും കൊണ്ട് നിൽക്കുകയാണ് വിവേകും പിഞ്ചപ്പനും കൂടി. ഇവര് പോകുന്ന വഴിയൊക്കെ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവേക് എന്നിട്ട് പിഞ്ചപ്പനോട് പറയുന്നുണ്ട്, രാഹുലിന്റെ സംസാരത്തിൽ നിന്ന് വർഷയെ അവൻ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വർഷയെക്കുറിച്ച് ശിവയെയും അഭിയേക്കാൾ കൂടുതൽ അഞ്ജുവിനെ അറിയാം. അതുകൊണ്ട് വർഷയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അത് അഞ്ജുവിൽ നിന്ന് തന്നെ അറിയണമെന്ന് പറയാണ്. പിന്നീട് അഞ്ജു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിവേക് വന്ന് അഞ്ജുവിന്റെ അടുത്ത് കാർ നിർത്തുകയാണ്. എന്നിട്ട് അഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പോയ ആ പെൺകുട്ടിയാണോ വർഷ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, അത് എന്റെ ഫ്രണ്ടാണ്, ആ വർഷയെ ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. വിവേക് അപ്പൊ ചോദിക്കുന്നുണ്ട്, ആ വർഷയും അമ്പരാട്ടി വിക്രമന്റെ മകൻ രാഹുലും തമ്മിൽ ലവ് ആണല്ലേ? രാഹുൽ എന്നെ വന്ന് കണ്ടിരുന്നു, ഞാനും എന്റെ മമ്മയും കൂടി അവന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചതിന് അയാൾ എന്നെ കുറെ വഴക്കു പറഞ്ഞു. കൂടുതൽ ഷോ ഇറക്കിയപ്പോൾ വർഷ തന്റെ കാമുകയല്ലെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അതോടെ അവന്റെ പത്യങ്ങ് താന്നു. അപ്പൊ അവൻ പറഞ്ഞു, കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുതെന്ന്. എന്നാലും എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പോ വർഷയ്ക്ക് അയാളോടുള്ളത് വൺ സൈഡ് ലവ് ആയിരിക്കുമോ എന്ന് വിവേക് അങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയില്ല, എനിക്കും ഇത്രേ പറയാനുള്ളൂ, നേരിട്ട് കാണുന്നതൊക്കെ തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം. അതെ, എന്തായാലും എനിക്കിപ്പോ ഇത്തിരി തിരക്കുണ്ട്, പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അഞ്ജു വേഗം തന്നെ വിവേകിൽ നിന്ന് എസ്കേപ്പായി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അഞ്ജു രാഹുലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിവേകും താനും തമ്മിൽ കണ്ട കാര്യങ്ങളെല്ലാം അഞ്ജു ചോദിക്കുകയാണ്. രാഹുൽ അപ്പൊ തിരിച്ചും ഹരിതയും ഡാഡിയും കൂടി അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവര് പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജു അപ്പൊ രാഹുലിനോട് പറയുന്നുണ്ട്, ഇന്ന് ഉച്ചയോടെ ഞാൻ ഫ്രീ ആവും, നീ മൃദുലിന്റെ വീട്ടിലേക്ക് വരുമോ രാഹുൽ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇതിനെന്താ, ഞാൻ വരാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവര് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഷർമിള വന്ന് രാഹുലിനോട് പറയുന്നുണ്ട്, മോനെ, ഇപ്പൊ മുഖ്യമന്ത്രി അച്ഛനെ തലസ്ഥാനത്തേക്ക് വിളിച്ചിരുന്നു, എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എങ്കിലും ഏട്ടൻ വളരെ ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇവയുടെ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രശ്നമാവുമെന്ന് പറഞ്ഞതല്ലേ, എന്തായാലും മിനിസ്റ്ററാണെന്ന് കരുതി മനുഷ്യാവകാശനോ കോടതിയൊന്നും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ 22 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു കൊലപാതകവും. അങ്ങനെ രാഹുൽ പറയുമ്പോൾ ഷർമിള പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, എന്തായാലും ഇന്ന് ചിലപ്പോ തന്റെ രാജിക്കത്ത് ആവശ്യപ്പെട്ടേക്കാമെന്ന് രാഹുലിനോട് അങ്ങനെ പറയാണ്. അങ്ങനെ വിക്രമൻ തലസ്ഥാനത്തേക്ക് പോവാനായി റെഡിയായി വരികയാണ്. ഹരിത അപ്പോ വിക്രമനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യമുണ്ടോ, ഒരു മെയിൽ അയച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രമൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം കൂടി നഷ്ടപ്പെട്ടാൽ എല്ലാവരും കൂടി എന്റെ തലയിൽ കയറി നിരങ്ങും, അതുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കാം, ആ ലക്ഷ്മിയുടെ കൊലപാതകമാണ് എല്ലാം തിരിച്ചടിയായത്, ഇപ്പോ അവളെ കണ്ടെത്തുകയല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ വിക്രമൻ അങ്ങനെ പറയുമ്പോൾ ഹരിതയ്ക്ക് വിക്രമനെ സംശയം തോന്നുകയാണ്. ശരിക്കും അങ്കിളെ, ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടോ? അങ്കിളിന്റെ സ്വഭാവം അനുസരിച്ച് ആ സ്ത്രീ ഇപ്പൊ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട്
അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായി ചോദിച്ചതെന്ന് പറയുമ്പോൾ വിക്രമൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ചീഫ് മിനിസ്റ്റർ അടക്കം എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എന്താണ് ആർക്കും വിശ്വാസമാവാത്തതെന്ന് വിക്രമൻ അങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇത് കേട്ടുകൊണ്ട് ഷർമിളയും രാഹുലും വരികയാണ്. രാഹുൽ എന്നിട്ട് പറയുന്നുണ്ട്, ഡാഡിയുടെ പ്രവൃത്തികൾ അങ്ങനെ ആയതുകൊണ്ടാണ് ആർക്കും വിശ്വാസമാവാത്തത്. ഹരിതയ്ക്ക് പോലും ഡാഡിയെ സംശയം തോന്നണമെങ്കിൽ ഡാഡി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും സത്യം തുറന്നു പറയേ ഡാഡി, സ്ത്രീയെ ഡാഡി എന്തെങ്കിലും ചെയ്തോ എന്ന് രാഹുൽ അങ്ങനെ തുറന്നു ചോദിക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങനെ വിക്രമൻ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.